വീഡിയോയിൽ അങ്ങ് ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാകും. എനിക്ക് തോന്നുന്നു അങ്ങ് ഓൾറെഡി കണ്ടിരുന്ന വീഡിയോ തന്നെയായിരിക്കാം. ഈ വീഡിയോയിൽ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ. അപ്പോൾ ഇതിൽ ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആസിഫ് അലി ഇത് അങ്ങേക്ക് രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ഒരു സമയമാണിത്. അപ്പോൾ അവിടെ ആസിഫ് അലി അങ്ങ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, മുഖം കൊടുക്കുന്നില്ല, പകരം മറ്റൊരു വ്യക്തിയെ വിളിക്കുന്നു. ഓക്കെ, പ്രശസ്തനായ വ്യക്തി തന്നെയാണ്, ജയരാജ് സാറിനെ വിളിക്കുന്നു. അങ്ങ് അദ്ദേഹത്തോട് വളരെ അനുഭാവപൂർവ്വം പ്രതികരിക്കുന്നു, അങ്ങ് സ്നേഹത്തോടെ സംസാരിക്കുന്നു, ഒന്ന് ആലിംഗനം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരായ ഞാനടക്കം അല്ലെങ്കിൽ കാണുന്ന എല്ലാവർക്കും അത് വലിയൊരു തെറ്റായി തന്നെ തോന്നും. ഞാനും കണ്ടു ഈ വീഡിയോ. ഇതെനിക്കും വിഷമം തോന്നി. കാര്യം ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ജയരാജിനെ കണ്ടതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, ആസിഫ്. പക്ഷെ ആ സമയത്താണ് ആസിഫ് പിന്നോട്ട് മാറുന്നത്. കാരണം സാർ ഒരു തരത്തിലും അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ആരായിരുന്നാലും പിന്നോട്ട് മാറും, ആത്മാഭിമാനമുള്ളവർ പിന്നോട്ട് മാറും. അതാണ് അവിടെ സംഭവിച്ചത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്, അതെങ്ങനെ പറ്റിയെന്നുള്ളത് എനിക്ക് തന്നെ. ഐ ആം വെരി സോറി. ഇതിനുശേഷം ആസിഫ് അലി വിളിച്ചൊരു മാപ്പ് പറയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു? ഞാൻ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും അദ്ദേഹത്തിന് തെറ്റിപ്പറ്റിയ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്, ഐ ആം സോ സോറി. MT സാറിൻ്റെ ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന ആന്തോളജിയുടെ ഒരു ട്രെയിലർ ലോഞ്ചിൽ വെച്ച കഴിഞ്ഞ ദിവസം സിനിമാ നടൻ ആസിഫ് അലിയെ പ്രസിദ്ധ ഒരു സംഗീത സംവിധായകനൊക്കെയായ രമേശ് നാരായൺ എന്ന സംഗീതജ്ഞൻ അപമാനിച്ചു എന്ന തരത്തിൽ ഉള്ള ഒരു വീഡിയോ ഒക്കെയാണ് പ്രചരിച്ചത്. അതിനുശേഷം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ച നടക്കുന്നുണ്ട്. നമ്മളോടൊപ്പം സംഗീത സംവിധായകൻ ഒക്കെയായ രമേശ് നാരായൺ തന്നെ ചേരുകയാണ്. നമസ്കാരം സർ. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ വലിയൊരു കുറ്റാരോപിതനായി നിൽക്കേണ്ടി വരുന്നുണ്ടോ? എനിക്ക് വിഷമം തോന്നി കണ്ടപ്പോഴേ. കാര്യം അങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല. ഒരു കാര്യം, ആസിഫ് അലി എനിക്ക് അവാർഡ് തരുന്നു, ഞാനത് റിസീവ് ചെയ്യുന്നു. പക്ഷേ ആ സ്ഥലത്ത് ഇതിൻ്റെ ഡയറക്ടർ, ഞാൻ ചെയ്ത ആന്തോളജി സാറിൻ്റെ MT സാറിൻ്റെ ആക്ച്വലി MT സാറിൻ്റെ ജന്മദിനത്തിന് പങ്കെടുക്കാനും കൂടിയാണ് ഞാൻ പോയത്. 91st ജന്മദിനം. അപ്പോൾ ഇത് ആ വേദിയിൽ ഇദ്ദേഹം കൂടെ വേണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അതിന് നേരത്തെ നടന്ന ഇതിൻ്റെ ക്രൂസ്, ഞാൻ ചെയ്ത പടത്തിൻ്റെ ക്രൂസിനെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഒഴിവായിപ്പോയി. എന്തെന്ന് പേര് ഈ ഒരു വേദിയിൽ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒഴിവായിപ്പോയി എന്നുള്ളതാണ് അവരുടെ ഒരു തെറ്റ്. ഒഴിവായിപ്പോയി. എൻ്റെ പേര് വിളിച്ചില്ല. ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ട്. പിന്നെ അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി MTയുടെ മകൾ അശ്വതിജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്ത് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിൽ. അപ്പോൾ ജയരാജിയുടെ കൂടെ ആ ഒരു പരിഭവം പറഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്. പരിഭവം പോലെയാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് അപ്പം തന്നെ അശ്വതിജി പറഞ്ഞു, രമേശ് ജി അയ്യോ സോറി രമേശ് ജിയെ വിളിച്ചില്ലെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇല്ല, കുഴപ്പമില്ല, നമുക്ക് പിന്നെ അത് ചെയ്യാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങി വരുമ്പോഴാണ് അയ്യോ നിൽക്കി വെയിറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സ്റ്റേജിലല്ല ഉള്ളത്, താഴെയല്ലേ ഉള്ളത്. അപ്പോൾ അവിടുന്ന് എൻ്റെ പേര് എന്തോ അനൗൺസ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും കേൾക്കണില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടത്. അത് ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയുന്നത്. അപ്പോൾ എൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നുണ്ട്, ആസിഫ് അലി മൊമെൻ്റ് എടുത്തിട്ട് വരുന്നുണ്ട്, ഞാനത് റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആസിഫ് അലിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ വിചാരിക്കുന്നത് ഈ സമയത്ത് ജയരാജും കൂടെ വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഡയറക്ടറും കൂടെ. സത്യത്തിൽ അവിടെ ആസിഫ് അലിയെ അപമാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആസിഫ് അലിയെ അപമാനിച്ചോ? എങ്ങനെ അപമാനിക്കാനാ? എന്താവശ്യം അതിൻ്റെ? എനിക്ക് അപ്പോൾ ആസിഫ് അലി എന്ന വലിയ നടൻ, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. ആസിഫ് അലി ഞാൻ എന്തിനാ അപമാനിക്കേണ്ട ആവശ്യം അവിടെ? ആസിഫ് അലിയിൽ നിന്നും ഞാൻ റിസീവ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എനിക്ക്. ഞാൻ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ തന്നെ എത്രയോ മുസ്ലിം ശിഷ്യന്മാരുണ്ട്, ഇത് വർഗീയത പോലെയുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കുന്നത് ഇവർ. അതെന്താ ആവശ്യം തന്നെ എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഇതിപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തരത്തിലേക്ക് ഈ ഒരു ചർച്ച പോകാനുള്ളൊരു കാരണം അങ്ങയുടെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ അങ്ങ് കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഓക്കെ, ഈ വീഡിയോയിൽ
അങ്ങ് ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാകും. എനിക്ക് തോന്നുന്നു അങ്ങ് ഓൾറെഡി കണ്ടിരുന്ന വീഡിയോ തന്നെയായിരിക്കാം. ഈ വീഡിയോയിൽ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ. അപ്പോൾ ഇതിൽ ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആസിഫ് അലി ഒരു ഇത് അങ്ങേക്ക് രമേശ് കയ്യിൽ നാരായണൻ കൊണ്ട് തരുന്നു. സാറിന് ആസിഫ് അങ്ങ് അലിക്ക് ഒരു അത് പുരസ്കാരം ആസിഫ് അലിയുടെ മുഖത്ത് നൽകിയിരിക്കുകയാണ്. പോലും നോക്കുന്നില്ല. അതായത് നമ്മൾ ഒരു അവാർഡ് ദാന ചടങ്ങാണ്, അത് റിസീവ് ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോൾ അവിടെ ആസിഫ് അലി അങ്ങ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, മുഖം കൊടുക്കുന്നില്ല. പകരം മറ്റൊരു വ്യക്തിയെ വിളിക്കുന്നു. ഓക്കെ, പ്രശസ്തനായ വ്യക്തി തന്നെയാണ്, ജയരാജ് സാറിനെ വിളിക്കുന്നു. അങ്ങ് അദ്ദേഹത്തോട് വളരെ അനുഭാവപൂർവ്വം പ്രതികരിക്കുന്നു, അങ്ങ് സ്നേഹത്തോടെ സംസാരിക്കുന്നു, ഒന്ന് ആലിംഗനം ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരായ ഞാനടക്കം അല്ലെങ്കിൽ കാണുന്ന എല്ലാവർക്കും അത് വലിയൊരു തെറ്റായി തന്നെ തോന്നും. ഞാനും കണ്ടു ഈ വീഡിയോ. ഇതെനിക്കും വിഷമം തോന്നി. കാര്യം ഞാൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ ജയരാജിനെ കണ്ടതിന് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു, ആസിഫ്. പക്ഷെ ആ സമയത്താണ് ആസിഫ് പിന്നോട്ട് മാറുന്നത്. കാരണം സാർ ഒരു തരത്തിലും അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ആരായിരുന്നാലും പിന്നോട്ട് മാറും, ആത്മാഭിമാനമുള്ളവർ പിന്നോട്ട് മാറും. അതാണ് അവിടെ സംഭവിച്ചത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്, അതെങ്ങനെ പറ്റിയെന്നുള്ളത് എനിക്ക് തന്നെ. ഐ ആം വെരി സോറി. ഇതിനുശേഷം ആസിഫ് അലി വിളിച്ചൊരു മാപ്പ് പറയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു? ഞാൻ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും അദ്ദേഹത്തിന് തെറ്റിപ്പറ്റിയ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്, ഐ ആം സോ സോറി. അങ്ങയുടെ ആ സമയത്തെ മാനസികാവസ്ഥ സംഘാടകരുടെ ഓടുള്ളൊരു പരിഭവമായിരുന്നോ? തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു ഉള്ളിൽ. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാര്യം എന്നെ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് നമ്മളൊന്നും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലാതെ വിളിക്കാതെ ലാസ്റ്റിൽ ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തി ചെയ്യുന്നു എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത്. തീർച്ചയായിട്ടും ഉണ്ട്. അതൊരിക്കലും ആസിഫ് അലി എന്ന നടനെ ഒരു തരത്തിലും അങ്ങ് ചിന്തിച്ചിട്ട് പോലും? അയ്യോ, അതെങ്ങനെ ചിന്തിക്കും? ഒരിക്കലും ഇല്ല. ആസിഫ് അലിയെ എന്തിനു ഞാൻ അപമാനിക്കണം? ആ രീതിയിലല്ല ഇത് പോയിട്ടുള്ളത്. അതങ്ങനെ എടുക്കാൻ പാടില്ല ആരും, ദയവ് ചെയ്ത്. ആസിഫ് അലി ഈസ് എ ഗ്രേറ്റ് ആക്ടർ, ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്. ഐ നോ ഹിം. പിന്നെ അതിനോടൊപ്പം തന്നെ അങ്ങയുടെ പേര് ചേർത്ത് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അങ്ങയുടെ ചിന്താഗതി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ട ഇതുണ്ടാവില്ല. അതിനോട് എങ്ങനെയാണ്? എൻ്റെ മാനസികാവസ്ഥ അവിടെ ഞാനിപ്പം ഞാൻ വർക്ക് ചെയ്തു, എന്നെ സ്റ്റേജിലേക്ക് വിളിക്കാതെ ബാക്കി എല്ലാ ക്രൂസും എനിക്കും വിളിക്കുന്നു, എന്നെ ഒഴിവാക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു അവിടെ. അത് കഴിഞ്ഞ് എന്നെ സെപ്പറേറ്റ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് എന്നെ രണ്ടാമത് വിളിക്കുന്നത്. പക്ഷേ എന്നെ എന്തുകൊണ്ട് മറന്നു എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ, ഡെഫിനറ്റ്ലി ഉണ്ടാവില്ലേ, എല്ലാവർക്കും ഉള്ളതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇത് ക്ഷണം ലഭിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ്. ഞാൻ മൊമെൻ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, സത്യമായിട്ടും. മൊമെൻ്റ് ഉണ്ടോയെന്ന് കണ്ടുകൊണ്ടൊന്നുമല്ല വരുന്നത്. നമുക്കിഷ്ടം പോലെ എനിക്ക് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, എല്ലാം വേറെ. പക്ഷേ ONV സാറിൻ്റെ MT സാറിൻ്റെ ഈ ഫംഗ്ഷന് പങ്കെടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. കാര്യം അതിൽ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നൊരു ഭാഗ്യം ഉണ്ടായി എന്ന് അതൊക്കെ കൊണ്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ അവിടെ വന്നിട്ട് ഈ രമേശ് നാരായണനും ചെയ്തു എന്ന് അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു എനിക്ക് ഉള്ളിലുള്ളൊരു കലാകാരന് കിട്ടുന്ന ഒരു സംഭവമുണ്ട് അവിടെ. അത് പോകുന്നു. അത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പോയി. പിന്നെ എനിക്ക് അവാർഡ് കൊണ്ടു തരുന്നു ആസിഫ് അലി. ആസിഫ് അലിയേക്കിടക്ക് എനിക്ക് എന്തൊരു ദേഷ്യം? ഒരു ദേഷ്യമില്ല. അങ്ങ് ഒരു 93 മുതലേ ഈ സംഗീത സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങയുടെ മനസ്സിൽ എവിടെയെങ്കിലും തോന്നിയോ എനിക്ക് അവാർഡ് തരേണ്ടത് ഇദ്ദേഹമാണോ, അല്ല എനിക്ക് അവാർഡ് തരേണ്ടത് മറ്റൊരു സംവിധായകനാണ് എന്നൊരു ചിന്ത ഉണ്ടായോ? ഒരിക്കലുമില്ല. അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരില്ല. അത് സംഘാടകർ തീരുമാനിക്കേണ്ടതാണ് ആര് എനിക്ക് അവാർഡ് തരണം എന്നുള്ളത്. അതിൻ്റെ അകത്ത് യാതൊരു ഇതുമില്ല. പക്ഷേ എനിക്ക് ഇദ്ദേഹം അവിടെ വേണമെന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ. അത്രയും കാര്യം ഉണ്ടായിരുന്നു. കാര്യം ഇതിൻ്റെ ഡയറക്ടർ വേണ്ടേ, അതുകൊണ്ട് മാത്രം ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അടുത്ത്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ഇങ്ങനെ മാടി വിളിച്ചു. ചില ആരോപണങ്ങൾ അങ്ങേക്ക് ചിലപ്പോൾ അത് വേദന ഉണ്ടാക്കുമെങ്കിൽ പോലും ചോദിക്കുകയാണ്. ഈ ഇടക്കാലത്താണ് ഒരു നർത്തകി കൂടിയായ സത്യഭാമ ടീച്ചറിനെ കുറിച്ച് അറിയാമായിരിക്കും. കലാമണ്ഡലം സത്യഭാമ ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങേ ചിലരെങ്കിലും കമന്റിൽ സൂചിപ്പിക്കുന്നത് സത്യഭാമ ലൈറ്റ് എന്നാണ്. എന്താണ് അതിനോടുള്ളൊരു പ്രതികരണം? എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. അത്തരത്തിലുള്ളൊരു വർഗീയ ചിന്തയുണ്ടോ? എന്താ ആവശ്യമുണ്ട്? ചോദിക്കുന്ന ആൾക്കുണ്ടോ? ഇല്ലല്ലോ. അതിലേറെ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഉപാസിക്കുന്ന ആളാണ്. ഒരു കാര്യം പറയാം, ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടാവുന്നത് അങ്ങനെ വർഗീയ ചിന്താഗതിയാണെങ്കിൽ ഞാൻ അല്ലാവിനെ പാടാൻ പാടില്ല. അല്ലാ മെഹർബാൻ കോയി ബിഗാഡ് സഖത്ത് നഹി തേരോ മൻ ലീജിയെ തൂ ഠാൻ മേരോ അല്ലാ മെഹർബാൻ. ഞാനെന്തിനു പാടേണ്ട ആവശ്യം? അത്
ആ എനിക്ക് കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുകുന്ദ മുരാരെന്ന് പാടിയാൽ പോരെ? സെക്യുലറിസമാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ളത്, വർഗീയ ചിന്താഗതി അല്ല. എൻ്റെ സംഗീതം മുഴുവനും സെക്യുലറിസമാണ്. എൻ്റെ പിതാമഹന്മാർ, സംഗീതത്തിലെ പിതാമഹന്മാർ ഗഗൻ നസീർ ഖാൻ സാഹബ്, മുഹമ്മദ് ഹുസൈൻ, ഇവരൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന വളരെ ചെറിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. വളരെ ചെറിയ കാര്യത്തെയാണ് ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഇതുണ്ടാകുന്ന അങ്ങേക്ക് പറയേണ്ട ഒരു മറുപടിയുടെ അവസരം കൂടിയാണ്. ഇത് വളരെ മോശമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. ഈ ഒരു വ്യക്തിയുടെ അടുത്തോ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ വന്നിട്ടുള്ള വഴി അറിയില്ലല്ലോ നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ കരുതി വെച്ച് കാണിക്കുന്നു, പക്ഷേ ഞാൻ വന്ന വഴി നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതും കൂടെ മനസ്സിലാക്കണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള മാനസിക അവസ്ഥ, തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ ഒരു ഗുരുതുല്യനായ വ്യക്തിയുടെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിറന്നാൾ ഒരു സംഗമത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യവുമായി പോകുന്നു. അവിടെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു പരിഭവം സംഘാടകരോട് ഉണ്ടാകുന്നു. ആസിഫ് അലി എന്ന വ്യക്തി മൊമെൻറ്റം കൊണ്ട് വരുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സമയത്തൊന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പല തരത്തിലോട്ട് ചർച്ച വിഷയം കൺവേർട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്, അല്ലേ? ഒരിക്കലും അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സത്യം. യു ടോൾഡ് നോ ദാറ്റ് ഇസ് ദി ഫാക്ട്. എന്നെ അവിടെ നിന്ന് പരിഗണിച്ചില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കലാകാരൻ്റെ മനസ്സ് ചെറിയ മനസ്സല്ലേ? എല്ലാവരും പറയുന്ന പോലെ അങ്ങ് വിശാലമൊന്നുമല്ല, ചെറിയ മനസ്സാണ് നമ്മളൊക്കെ. അപ്പോൾ ചിന്തിക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ടല്ലേ ഇത്തരത്തിൽ ഒക്കെ ചിത്രീകരിക്കുന്നതിൽ? ഞാൻ സംഗീത സാധനയാണ് ചെയ്യുന്നത്, അതാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഗഗൻ നസീർ ഖാൻ്റെ ഘരാനയാണ്, ആ ട്രഡിഷനാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ സ്നേഹവും സംഗീതവും മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മുഖം ചിലപ്പോൾ വികൃതമായിട്ട് കാണാതിരിക്കാം എനിക്ക് നിങ്ങളെ മുന്നിൽ. അങ്ങ് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഏകദേശം ആളുകൾക്ക് മനസ്സിലായി. എങ്കിലും സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ച ആദ്യം കാണുന്ന എല്ലാവരും ഇത് വ്യക്തമായി കേൾക്കണമെന്നില്ല. ഇപ്പോൾ അങ്ങ് എങ്ങനെ സംഗീതത്തെ എന്തുമാത്രം ഞാൻ അത് ഉപാസിക്കുന്നു എന്നുള്ള കാര്യം കൂടെ പറഞ്ഞപ്പോൾ കൂടുതൽ പേർക്ക് അത് കൂടുതൽ മനസ്സിലായി അവസരമാണ്. അവർ നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മളെ അറിയണ്ടേ? ഓരോ വ്യക്തിയും എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കണ്ടേ, എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കണ്ടേ, എന്നിട്ട് വേണ്ട അവർ സംസാരിക്കാൻ. ഇത് കണ്ട ഉടനെ തന്നെ എഴുതി വിടുകയാണോ ചെയ്യുക? പക്ഷേ ഇത് തീർച്ചയായും ഇത് ആസിഫ് അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയൊരു അപമാനം ഉണ്ടാക്കി എന്ന് പലരും അവരുടെ ആരാധകർ തന്നെ കരുതുന്നതാണ്. ഒരിക്കലില്ല മാഡം. ആസിഫ് അലിയെ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ അദ്ദേഹത്തെ ഞാൻ ഏതൊരു കലാകാരനെ, ആസിഫ് അലി മാത്രമല്ല, എത്ര സ്റ്റാർസ് കിടക്കണം ഇപ്പോൾ പുതിയ ആക്ടേഴ്സ്, അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മോനെ ഒരു ഡേറ്റ് കൊടുക്കുവാൻ പറ്റുമോ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഒരു ഡേറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടോ, ഇന്നും ഞാൻ ചോദിക്കുന്നുണ്ട്. അതെന്താണ്? സ്നേഹബന്ധവും റെസ്പെക്റ്റാണ്. ഡിസ്ക്രിമിനേഷൻ എന്ന കാര്യം അത് ചിന്തിക്കേണ്ട കാര്യമല്ലത് ഒരാൾ. എന്തായാലും അദ്ദേഹം വളരെ വലിയ അല്ലെങ്കിൽ നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഒരു സംഗീത സംവിധായകൻ കൂടിയാണ്. എല്ലാവരാലും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അബദ്ധത്തിൽ ഉണ്ടായ ചില വികാരങ്ങൾ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ ക്യാമറയുടെ മുന്നിൽ കാണുന്നതായിരിക്കില്ല മനസ്സിൽ ചിന്തിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ആസിഫ് അലി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ നടനെ വിളിച്ച് സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും അത്തരത്തിലൊരു ചിന്താഗതിയിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ പോയതിൽ വിഷമവും ഖേദവും കൂടെ രേഖപ്പെടുത്തുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് വലിയ വിഷമമുണ്ട്. അത് കാര്യം ഇങ്ങനെ എന്നിൽ നിന്നും ഇങ്ങനൊരു സംഭവം MT സാറിൻ്റെ 90th ബർത്ത്ഡേ കൊണ്ടായി എന്ന് പറയുന്നത്, അതൊരു വിവാദം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള മഹത് വ്യക്തികളിൽ ഒരാളാണ്, എൻ്റെ ഗുരുതുല്യനാണ്. മഹത് വ്യക്തി അദ്ദേഹം പത്മവിഭൂഷണാണ്. എൻ്റെ ഗുരുജിയും പത്മവിഭൂഷണായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഗുരുജിക്ക് ഇദ്ദേഹത്തിന് പത്മവിഭൂഷണം ജ്ഞാനപീഠമൊക്കെ കിട്ടുമ്പോൾ എൻ്റെ ഗുരുജിയും ഞാൻ ഓർക്കുന്ന തുല്യമായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇത് സംഭവിച്ചു എന്ന് പറയുന്നതിൽ വലിയ വിഷമമുണ്ട്. എന്തായാലും അത്തരത്തിലേക്ക് ചർച്ചകൾ ഇനിയും പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയേണ്ടത്. അഭിജിത്തിനും ജയശങ്കറിനുമൊപ്പം മാർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് TV.